ദുബായിലുള്ള പ്രശ്നങ്ങൾ. വിമാനത്താവളം യുദ്ധത്തിൽ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ പുറത്ത് ജനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ജനങ്ങൾക്ക് റൂമിലൊന്നും നിൽക്കാൻ പറ്റില്ല, പുറത്ത് നിൽക്കാനും പറ്റില്ല. ഇങ്ങനൊരവസ്ഥയിലാണുള്ളത്. ഗൾഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന 6 രാജ്യങ്ങളിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഈ 6 രാജ്യങ്ങളും ഉള്ളത് കൊണ്ടാണ് കേരളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിനിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? വളരെ വിഷമത്തിലാണുള്ളത്. നമ്മുടെ ആൾക്കാർ തേച്ചും അവിടെയാണ് ഉള്ളത്. അവരെ എപ്പോൾ എങ്ങനെ സംഭവിക്കുക, എന്ത് സംഭവിക്കുക എന്നറിയാത്തൊരവസ്ഥയിലാണുള്ളത്. എല്ലാവരും ഇതിനു വേണ്ടി ജാഗ്രത പ്രാർത്ഥിക്കുക, അതേ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഇത് ഇന്നുള്ള കാര്യം ഇന്ന് തന്നെ തീരണം എന്നാണ് എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്ലെയിനൊക്കെ ബന്ധായിട്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് നാട്ടിൽ വരാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഒരു പ്ലെയിനാട്ടെ ഇന്ന് ആകെ പോകുന്നത്. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഒറ്റ പ്ലെയിനാട്ടേ ഉള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ് ചെയ്യുക? വളരെ വിഷമത്തിലാണുള്ളത് എല്ലാവരും. കേരളം ഒട്ടാകെ ഓടുന്നത് ദുബൈയിൽ പണം കൊണ്ടാണ്, ദുബായിലെ പ്രവാസികളുടെ പണം കൊണ്ടാണ്. പിന്നെ ദുബൈയിൽ പ്രവാസികൾക്കൊക്കെ മെസ്സേജ് വന്നിരിക്കുകയാണ്, പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചോ, ഏത് സമയം എന്താ സംഭവിക്കാമെന്നറിയില്ല. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതിനൊരു പ്രാർത്ഥന മാത്രമാണ് രക്ഷയുള്ളൂ. വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും സന്തോഷമായി ഈ നോമ്പ് കഴിയാൻ പടച്ചോൻ എത്തിക്കട്ടെ. ഓക്കെ, ബൈ.